നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നിർബന്ധിത അവധി കൊടുത്തു എന്ന് ആരോപിച്ചുകൊണ്ട് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസിന്റെ അംഗങ്ങൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മസ്ട്രോൾ ഉണ്ടായിരുന്നിട്ടും CPM-ന്റെ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുവാനായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നിർബന്ധിത അവധി കൊടുത്തു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കോൺഗ്രസ് അംഗങ്ങളായ മഞ്ജു മറിയപ്പള്ളി, നസീം അമ്പലത്തിൽ എന്നിവരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ചടയമംഗലത്തെ CPM-ന്റെ ഏരിയ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനവും പ്രകടനവും ഇന്ന് നടക്കാനിരിക്കവെയാണ് കോൺഗ്രസ് ആരോപണവുമായി രംഗത്തെത്തിയത്. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം. നമുക്കറിയാം 333 രൂപ ദിവസത്തിന് വേതനം കിട്ടുന്നതിന് വേണ്ടി വയോവൃദ്ധരായ ആൾക്കാർ അവരുടെ ഉപജീവനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ ഈ തൊഴിലുറപ്പ് പദ്ധതി. അവിടെ ഒരു ദിവസത്തെ പൈസ കിട്ടി അതുകൊണ്ട് മരുന്നുകളും മറ്റും വാങ്ങുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെയുള്ള ഒരാളുടെ ജോലിയാണ് ഇന്ന് എല്ലാ സൈറ്റുകളിലും ഇവിടെ നിഷേധിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ ചടയമംഗലം പഞ്ചായത്തിൽ 15 വാർഡുകളുണ്ട്. എല്ലാ വാർഡുകളിലെയും നിലവിലുള്ള മസ്ട്രോളിന്റെ എണ്ണം വെച്ച് നോക്കിയാൽ ഏതാണ്ട് 900-നും 1000-നും ഇടയിലുള്ള തൊഴിലാളികൾക്ക് ഇന്ന് ജോലി കിട്ടേണ്ടതാണ്. 333 350 രൂപ വെച്ച് നമ്മൾ കണക്കൂട്ടി നോക്കിയാൽ ഏതാണ്ട് 35 ലക്ഷത്തോളം രൂപ 3 ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് ഈ പഞ്ചായത്തിലെ ഇന്നത്തെ ഈ പഞ്ചായത്തിന്റെ അധികാരികൾ വരുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ആരുടെ നിർദ്ദേശപ്രകാരമാണെങ്കിലും ഈ നടപടി ശരിയല്ല, ഈ നടപടി ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുഴിയോട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെ നടക്കുന്ന കുഴിയോടിന്റെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ ഹരിതകർമ്മസേന അംഗങ്ങളെ നിർബന്ധിത അവധി കൊടുത്തുകൊണ്ട് അവിടുത്തെ പാർട്ടി പരിപാടികളും സ്ക്വാഡ് വർക്കുകളും പങ്കെടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് ഞങ്ങൾ ഇതുപോലെ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഇനി അത് ആവർത്തിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ മസ്ട്രോൾ നിലവിലുണ്ടായിട്ട് പോലും എത്രയോ തൊഴിലാളികൾ തൊഴിൽ നിഷേധിച്ചുകൊണ്ട് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് ഇവിടെ ഈ ചടയമംഗലം പഞ്ചായത്തിലെ എല്ലാ തൊഴിലുറപ്പ് സൈറ്റുകളിലും ജോലി നിഷേധിച്ചിട്ടുള്ളത്. പാവങ്ങളായ തൊഴിലാളികൾ ഇതിനെതിരെ പ്രതികരിച്ചില്ല. അവർക്ക് പേടിയാണ് ഈ പ്രസ്ഥാനത്തെ. അവരെല്ലാവർക്കും പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ഏരിയ സമ്മേളനത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം 400 രൂപയാക്കാൻ ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് അവരടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങൾ, തൊഴിലുറപ്പ് പ്രസ്ഥാനം എന്താണെന്നും ഇതിന്റെ വേതനം നിശ്ചയിക്കുന്നത് എവിടെയാണെന്നും ഒക്കെ അറിയാത്ത പാവങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഭീഷണിപ്പെടുത്തിയുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരെ ആളിനെ കൂട്ടുന്നത്. ഇതിനുള്ള കോൺഗ്രസിലെ മെമ്പർമാരുടെ ശക്തമായ പ്രതിഷേധമാണ്. ഇനി മേലിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല. ജോലിയിൽ ആബ്സെന്റ് ആയിട്ടുകൊണ്ട് എവിടെ പോകുന്നതിനും ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. മുൻകാലങ്ങളിൽ ഉച്ചവരെ ജോലി ചെയ്തിട്ട് ആ ശമ്പളം മൊത്തം എടുക്കുകയും അതിനുശേഷം ബാക്കിയുള്ള സമയം സമ്മേളനങ്ങൾക്കും പരിപാടികൾക്കും പോകുന്നൊരു പതിവുണ്ടായിരുന്നു. ആ പദവി ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആർക്കും ജോലി വേണ്ട, ഇന്നത്തെ ജോലി ഇന്ന് എല്ലാവർക്കും ലീവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൂട്ടാനുള്ള ഒരു ദിവസത്തെ അവരുടെ ജോലി നിഷേധിച്ച ഈ പഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് വിഭാഗത്തിന്റെയും പഞ്ചായത്ത് അധികാരികളുടെയും നടപടികളിലുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ നിർവഹണം